സർവകലാശാല റിപ്പോർട്ടിൽ സർക്കാർ എന്ത് ചെയ്യുമെന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തായി ചർച്ച ചെയ്യുന്നത്. ജ്യോതി, ഇപ്പോൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് ഈ ഭൂമി ആരുടേതാണ്, അവരുടേതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള നിലപാട് ഞങ്ങൾ എടുക്കും, ഞങ്ങളുടേതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള നിലപാടെടുക്കും. ഈ വിദ്യാഭ്യാസ മന്ത്രി ആരെയാണ് ഈ പറഞ്ഞു പറ്റിക്കുന്നത്? ഈ അഫിലിയേഷൻ ഉപസമിതി ഉണ്ടല്ലോ അവിടേക്ക് പോയിരിക്കുന്നത്, അവരുടെ ടേംസ് ഓഫ് റെഫറൻസിൽ ഈ ഭൂമി പ്രശ്നമില്ല. ജ്യോതി, ഭൂമി പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇന്ന് കേരളത്തിൽ പ്രധാനമാണ്. അതിലേക്ക് വരികയാണ്. ഇന്നത്തെ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ KPCCയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഭൂമി അല്ലെങ്കിൽ കോളേജ് ഉൾപ്പെടെ മൊത്തത്തോടെ ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ സർക്കാർ ഏറ്റെടുക്കണമെന്നാണ്. ഞാൻ ഈ പറയുന്നത് 23/8/1968 അന്നത്തെ അസംബ്ലിയിൽ ഒരു ക്വസ്റ്റ്യൻ അവറായിട്ട് വന്നതാണ്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്രീ NI ദേവസിക്കുട്ടിയാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഈ കോളേജിന് എത്ര സ്ഥലമുണ്ട്, ഇതെങ്ങനെയാണ് നടത്തിക്കൊണ്ടു പോകുന്നതാണ്. അപ്പോൾ കോളേജിന് സർക്കാർ സ്ഥലം കൊടുത്തിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ 12 ഏക്കർ സ്ഥലത്തോളമാണ്. അതിനകത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. അപ്പോൾ അതിന് മറുപടിയായി ശ്രീ MN ഗോവിന്ദൻ നായർ, അന്നത്തെ വിദ്യുച്ഛക്തിയും കൃഷിയും വകുപ്പ് മന്ത്രി കൊടുത്തിരിക്കുന്ന മറുപടി, ലോ അക്കാഡമി എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യക്തിയുടെ വകയല്ല, അതിലെ ചീഫ് പേട്രൺ ബഹുമാനപ്പെട്ട ഗവർണറാണ്, പേട്രൺ ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററും റവന്യൂ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പിന്നെ 3 ഹൈക്കോടതി ജഡ്ജിമാരും അതിലെ അംഗങ്ങളാണ്, കൂടാതെ പ്രമുഖരായ വക്കീലന്മാരും ഇതിലെ അംഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സമിതിയാണോ ഇപ്പോഴും ഈ ലാൻഡ് കൈകാര്യം ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതെവിടെയാണ് സംഭവിച്ചത്? അപ്പോൾ 1968 ഈ പറഞ്ഞ കോളേജ് തുടങ്ങുമ്പോൾ ഈ ലാൻഡ് കൊടുത്തത് ഈ കണ്ടീഷനോട് കൂടിയാണെങ്കിൽ ഇതെല്ലാം അറിയുന്ന ജ്യോതികുമാർ ചാമക്കാലെ അടക്കം ഉണ്ടായിരുന്ന സിൻഡിക്കേറ്റ്, ദീർഘകാലം ഉണ്ടായിരുന്ന സിൻഡിക്കേറ്റിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അങ്ങ് ഇന്നിപ്പോ ദുഃഖത്തോടെ പറയുകയാണ് എനിക്കന്നത് കഴിഞ്ഞില്ല. അതേ നാവുകൊണ്ട് ഇപ്പോൾ പോയിരിക്കുന്നു 9 പേർക്ക് അത് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ വേണു, അത് തെറ്റിദ്ധരിക്കണം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിനെ സംബന്ധിച്ച് ഈ വിഷയത്തിനെ സംബന്ധിച്ച് ഞാൻ കൃത്യമായി സർവകലാശാലയിൽ ഈ കോളേജുമായി ബന്ധപ്പെട്ട അഫിലിയേഷൻ്റെ ഫയൽ അഫിലിയേഷൻ കമ്മിറ്റിയുടെ മുമ്പിൽ ഹാജരാക്കാൻ പറഞ്ഞു. സർവകലാശാല പറഞ്ഞു ഈ സർവകലാശാലയിൽ ഒരു ഫയലും ലഭ്യമല്ല. ഞാൻ ഗവൺമെൻറ്റിൽ എഴുതി, നിങ്ങളുടെ കയ്യിൽ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിൽ ഈ കോളേജിന് അഫിലിയേഷൻ കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രേഖകൾ ഹാജരാക്കാനുണ്ടോ? ഒന്നുമില്ല. എവിടെയാണ് രേഖകളെന്ന് ചോദിച്ചാൽ എങ്ങുമില്ല. ഇപ്പോൾ ഈ കമ്മീഷൻ പോയിരിക്കുന്നവരോട് ഈ രേഖകൾ അവരിന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്, ഈ രേഖകൾ ഹാജരാക്കണമെന്നും മറ്റന്നാൾ രാവിലെ 10 മണിക്ക് മുമ്പ് യൂണിവേഴ്സിറ്റിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായി ഹാജരാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സർക്കാരിലോ സർവകലാശാലയിലോ ഈ അഫിലിയേഷൻ കൊടുത്തതുമായി ഒരു പേപ്പറും ലഭ്യമല്ല എന്നുള്ളത് വസ്തുതയാണ്. അത് പറയാതിരിക്കാൻ നിർവാഹവുമില്ല. അതിനെതിരെ ചോദ്യം ചെയ്താൽ അവിടെ ശ്രീ വേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 50 വർഷമായി സെനറ്റിൽ ഈ കുടുംബത്തിലെ നാരായണൻ നായർ സാർ കൃത്യമായിട്ട് അവിടെ ഉണ്ട്. ഈ കുടുംബത്തിലെ ഒരു അംഗം കഴിഞ്ഞ 50 വർഷമായി സിൻഡിക്കേറ്റിൽ മാറി വന്നിട്ടുണ്ട്. 2 ടൈം നാരായണൻ നായർ സാർ എന്നാൽ അത് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനിയൻ വരും. അങ്ങനെ 50 വർഷമായി സെനറ്റിലും സിൻഡിക്കേറ്റിലും പ്രാതിനിധ്യം ഉണ്ടായിരുന്ന ഒരു കുടുംബം, ആ കുടുംബം ഇത്തരത്തിൽ ഒരു പക്ഷേ അന്ന് പറഞ്ഞിരുന്ന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഈ 12 ഏക്കർ കൈവശം വെക്കുന്നു എന്ന് മാത്രമല്ല, ഈ 12 ഏക്കർ കൈവശം വെച്ച് അവിടെ കോളേജ് വെച്ച് നടത്തുന്നത് മാത്രമല്ല, അവർക്ക് ഈ രേഖകളെല്ലാം കോടതിയിലും യൂണിവേഴ്സിറ്റിയിലും ഗവൺമെൻറ്റിൽ നിന്നും മാറ്റിയതിൻ്റെ പിന്നിൽ എന്താണ് ലക്ഷ്യമെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് ഞാനൊരു വ്യക്തി വിചാരിച്ചാലോ സിൻഡിക്കേറ്റ് മാത്രം എനിക്ക് മറ്റ് വിദ്യാർത്ഥി സുഹൃത്തുക്കളിലേക്ക് പോകുന്നതിന് മുൻപ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ, കൃത്യമായ ഒരു പ്രശ്നമാണ് ജ്യോതികുമാർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. സർവകലാശാല കൈമലർത്തുന്നു. ഈ സർവകലാശാലയാണോ ഈ റിപ്പോർട്ടിന് മേൽ ഇനി നടപടിയെടുക്കാൻ പോകുന്നത്? സർക്കാർ ഇപ്പോൾ പറയുകയാണ് പഠിക്കാൻ പോകുന്നുവെന്ന്. ഇത്രയും കാലം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു എന്നറിയുമായിരുന്നിട്ടും ആദ്യമായി ഈ വിഷയം കാണാൻ പോകുന്ന ഒരു പുതുമുഖത്തിൻ്റെ എല്ലാവിധ ഭാവഹാവാദികളുടെയുമാണ് ഈ വിഷയത്തെ സർക്കാർ സമീപിക്കാൻ പോകുന്നത്. എന്തെങ്കിലും അതുകൊണ്ട് നടക്കുമോ? നമുക്ക് ഈ ജ്യോതികുമാർ വാഴക്കാല പുള്ളി സെനറ്റിൽ ഇത്രയും വർഷം, ഒരുപാട് വർഷം അംഗമായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അറിയാത്ത കാര്യമൊന്നുമല്ല ഈ കേരള ലോ അക്കാഡമി എന്ന് പറയുന്നത് അവസാന വാക്കൊന്നുമല്ല. ആ കേരള ലോ അക്കാഡമി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ സൂപ്പർവൈസറി കൺട്രോളിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇനി യൂണിവേഴ്സിറ്റിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഈസ് അക്കൗണ്ടബിൾ ടു ദി ഹൈക്കോർട്ട്. ഹൈക്കോടതിയിൽ യൂണിവേഴ്സിറ്റിയുടെക്കെതിരായിട്ടും യൂണിവേഴ്സിറ്റി കൊടുത്തതുമായിട്ടും എത്രമാത്രം കേസുകളാണ് അവിടെ കിടക്കുന്നത്? ഇവരെ എപ്പോഴെങ്കിലും ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്തോ? ഹൈക്കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഹൈക്കോടതിയുടെ മുമ്പിൽ ഇത് ശ്രദ്ധയിൽ കൊണ്ടുവന്നോ? ഹൈക്കോടതി ഇതിനകത്ത് ഇടപെട്ടിട്ട് ഇനിയും ഇവർ കൊടുത്ത റിട്ട് പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുകയോ എലോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? ഈ ലീഗൽ റീകോഴ്സസ് അഡോപ്റ്റ് ചെയ്യാതെ സമരമുഖത്തിലേക്ക് ഇറങ്ങി സമരത്തിൽ കുട്ടികളെ പിടിച്ച് റോഡിലേക്ക് ഇറക്കി ഇരുത്തിയിട്ട് അവരുടെ ക്ലാസ്സും വിദ്യാഭ്യാസവും എല്ലാം സ്റ്റേക്കിലേക്ക് വിട്ട് എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്? നിങ്ങൾ ഈ ടെലിവിഷൻ ചാനലുകൾ ചർച്ച ചെയ്യുന്നത് ആരൊക്കെ സമരപ്പന്തൽ സന്ദർശിച്ചു? ആരൊക്കെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചത്? ആരൊക്കെയാണ് മൗനം പാലിക്കുന്നത്? ഇത്
ഇതൊക്കെയല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു സ്ഥാപനം എന്ന നിലയിൽ, താങ്കളും മുൻപ് പഠിച്ചിട്ടുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ അതിന്റെ രേഖകൾ എവിടെയാണ് എന്നതൊരു പ്രശ്നമല്ലേ? അത് 72 ഈ ഡയറക്റ്റ് പേയ്മെന്റ് എഗ്രിമെന്റിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഒരു നിമിഷം അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ അതിനോട് സഹകരിക്കാതിരിക്കുന്നു. പിന്നെ ഡയറക്റ്റ് പേയ്മെന്റ് എഗ്രിമെന്റിലേക്ക് 72 വരുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു. പിന്നെ സ്വാശ്രയ കോളേജുകൾ വരുമ്പോൾ ജ്യോതി 2012 ലോ കോളേജ് വരുന്നത്, 2002 ഈ പറഞ്ഞ സ്വാശ്രയ കോളേജുകൾ വരുന്നു, 12 പിന്നെ ലോ കോളേജുകൾ ആ മേഖലയിൽ വരുന്നു. ആ സമയത്തും ഒപ്പിടാതെ മാറി നിൽക്കുന്നു. ഇങ്ങനെ ഒരു അപ്രമാദിത്വം എന്തുകൊണ്ട് ആ സ്ഥാപനത്തിനുണ്ടായി? ഞാൻ ചോദിക്കട്ടെ, വേണു ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കേണ്ട വിഷയങ്ങളല്ലേ? ഇവരത് ചെയ്തിട്ടുണ്ടോ? ശരിയാണ്. പക്ഷേ ഒരു പൊതുവിഷയമായി അതിശക്തമായി എല്ലാ മേഖലകളിലും വരുമ്പോഴാണ് അത് ഉന്നയിക്കപ്പെടുന്നത്. ആ ഉന്നയിക്കപ്പെടുന്ന സന്ദർഭത്തെയും അതുകൊണ്ട് സംശയിക്കരുത്. ശരി 2010 വരെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇതിന് മറുപടി അതിൽ തന്നെ ഉണ്ട്. 2010 വരെ ഈ കുടുംബം ഈ ഹൈക്കോടതിയിലേക്ക് പോകാം. ഞാൻ പറയാം, ഈ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി ഈ കുടുംബമുണ്ട്. ഈ കുടുംബത്തിന്റെ തീരുമാനമാണ് സിൻഡിക്കേറ്റിന്റെ ഒരു പരിധിവരെ തീരുമാനമായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഇത് കളഞ്ഞുപോയി എന്ന് മാത്രമല്ല, ഈ ഫയൽ കാണാത്തതിന് കാരണമായി ഒരു കാരണവും സിൻഡിക്കേറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സിൻഡിക്കേറ്റിന്റെ അജണ്ടയുടെ ഭാഗമായി അത് മിനിറ്റ്സ് ആക്കി വെച്ചിരിക്കുന്നത് ഇത് ഹൈക്കോടതിയിൽ കൊണ്ടുപോയപ്പോൾ, സ്റ്റാൻഡിംഗ് കൗൺസിലിനെ സമീപിച്ചപ്പോൾ ഈ ഫയലുമായി പോയ വഴിക്ക് മിസ്സായി എന്ന് സിൻഡിക്കേറ്റ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ആരോടാ പരാതി പറയേണ്ടത്? അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി നഷ്ടപ്പെട്ടു പോട്ടെ, സർക്കാരിലെവിടെ ഇനി ഇതിൻ്റെ രേഖകൾ ഹാജരാക്കുമോ? ഞാൻ ചോദിച്ചത്, ഈ പറഞ്ഞിരിക്കുന്ന 68 ലാൻഡ് കൊടുക്കുമ്പോൾ ഇതിനുണ്ടായിരുന്ന കണ്ടീഷൻസ് എപ്പോഴെങ്കിലും പാലിച്ചതായി ഈ മാനേജ്മെൻറ്റ് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാൻ കഴിയുമോ? അവരുടെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ? അതിനുശേഷം ഈ മാനേജ്മെൻറ്റിലുണ്ടായിട്ടുള്ള ചേഞ്ചസിനെ സംബന്ധിച്ച് സർവകലാശാലയെ അറിയിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് അറിയിക്കുന്നില്ല? ഉടനെ ചോദിക്കും കോടതി പോകാത്ത എന്താണെന്ന്. കോടതി പോകാൻ എങ്ങനെയാണ്? ഈ സർവകലാശാലയുടെ ഭാഗമാണ് ഈ മാനേജ്മെൻറ്റ്. ഈ സർവകലാശാലയുടെ ഭാഗമായി ഇരിക്കുമ്പോൾ തന്നെ 24ാമത്തെ കേരള യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടിൻ്റെ 24ാമത്തെ ചാപ്റ്ററിൽ 19.2 ക്ലോസിൽ പറയുന്നത് ഗവേണിംഗ് കൗൺസിലിൽ എവിടെ ചേഞ്ച് ഉണ്ടായാലും എപ്പോൾ ചേഞ്ച് ഉണ്ടായാലും ഫോർത്ത് വിത്ത് അത് സിൻഡിക്കേറ്റിനെ അറിയിക്കണമെന്നാണ്. ഇതുവരെ അറിയിച്ചിട്ടില്ല ഒരു ചേഞ്ചസും. അപ്പോൾ ഏകാധിപത്യപരമായി ഈ സർവകലാശാലയിൽ ഉള്ള സ്വാധീനം വെച്ചുകൊണ്ട് ഈ കോളേജിനെ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭൂമി വെച്ചുകൊണ്ട് കളിക്കുകയാണ്. സർക്കാരിൻ്റെ 12 ഏക്കർ സ്ഥലം വെച്ചുകൊണ്ട്. ഇപ്പോൾ ഇനി വേറൊരു വിഷയം, ഇപ്പോൾ ഒരു കോളേജ് നടത്താൻ വേണ്ടത് വെറും 3 ഏക്കറാണ്. 2013 മുതൽ വെറും 3 ഏക്കറാണ് വേണ്ടത്. അപ്പോൾ പാട്ടത്തിന് കിട്ടിയതായാലും പതിച്ച് കിട്ടിയതായാലും ഒരു പൈസയും കൊടുത്തിട്ട് കിട്ടിയതല്ല, സർക്കാരിൻ്റെ ഭൂമിയാണ്. അത് കണ്ണായ സ്ഥലത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്തെ കളക്ടറേറ്റ് ഇരിക്കുന്ന കുടപ്പനക്കുന്നിലാണ്. അപ്പോൾ ഈ 12 ഏക്കറിൽ 3 ഏക്കറാണ് ഇപ്പോൾ വേണ്ടതെങ്കിൽ ഇച്ചിയുടെ സഭ്യമായി സംസാരിക്കണം. എന്തും സംസാരിച്ചാൽ റോഡിൽ പറയണോ ചാനലിൽ പറയണോ ഞാൻ തീരുമാനിച്ചോളാം. എന്നെ കൂടുതൽ നാം പഠിപ്പിക്കാൻ വരണ്ട, കുറേ നേരമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഈ കോളേജിൽ 12 ഏക്കർ വേണ്ടത് ഇപ്പോൾ 3 ഏക്കർ മതിയെങ്കിൽ ബാക്കി 9 ഏക്കർ സാഹചര്യം ഇതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോഴും ഇതിന്റെ മേൽ തന്ത്രപരമായി ഇനിയും ഒത്തുകളി ഉണ്ടായാൽ ജ്യോതി ഹൈക്കോടതിയിലേക്ക് പോകാൻ കഴിയുന്നതല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ നിരവധി പരാതികൾ സർക്കാരിന്റെ വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. കോടതിയിലേക്ക് ഞാൻ പോകും, ഉറപ്പായും പോയിരിക്കും. അതാണ് അറിയേണ്ടത്. വളരെയധികം നന്ദി ജ്യോതി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകാൻ